വാർത്താസമ്മേളനത്തിൽ COVID-19 കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്ന അവസ്ഥയാണ് പൊതുവെയുള്ളത്. 206 ലോകരാജ്യങ്ങളിൽ രോഗബാധയുണ്ടായതായാണ് റിപ്പോർട്ട്. ലോകത്താകെ 9,32,166 പേർക്ക് കൊറോണ വൈറസ് ബാധ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരമാണിത്. 46,746 മരണം സംഭവിച്ചു. ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ച പേരുള്ളത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. അവിടെ 1,87,302 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 3,846 പേർ മരണപ്പെട്ടു. ഇറ്റലിയിൽ 1,10,574 പേർക്കാണ് രോഗം ബാധിച്ചത്. മരണസംഖ്യ 13,157. ഈ രോഗവ്യാപനത്തിൻ്റെ ഗൗരവം അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടെ മാർച്ച് 1-നാണ് ആദ്യം കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അവിടെ 92,381 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2,219 പേർ അവിടെ മാത്രം മരിച്ചു. 1,94,00,000 ന്യൂയോർക്കിലെ ജനസംഖ്യ. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ഗവർണർ പറഞ്ഞത് 16,000 ന്യൂയോർക്കുകാർ കൊറോണ ബാധിച്ച് മരിക്കാൻ പോകുന്നുവെന്നാണ്. ന്യൂയോർക്കിൽ മാത്രമല്ല, വികസനം കൊണ്ടും സമ്പന്നത കൊണ്ടും ഉയരങ്ങളിൽ നിൽക്കുന്ന പല നാടുകളെയും ഇത് ബാധിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ സംസ്ഥാനം COVID-19 പ്രതിരോധിക്കാൻ നടത്തുന്ന ഒറ്റക്കെട്ടായ സമരത്തെ കാണാൻ. കേരളത്തിലെ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരി 30-നാണ് വുഹാനിൽ നിന്നുള്ളത്. ഇതുവരെ ഇവിടെയുള്ള 295 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് പോസിറ്റീവായവരുൾപ്പെടെ ഇതുവരെ രോഗബാധയുണ്ടായ 206 പേർ വിദേശത്ത് നിന്ന് വന്ന മലയാളികളാണ്. 7 പേര് വിദേശികളാണ്. രോഗികളുമായി സമ്പർക്കം മൂലം വൈറസ് ബാധിച്ചവർ 78 പേരാണ്. ഇതിനു പുറമെ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 3 പേർ നിസാമുദ്ദീനിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തി നിരീക്ഷണത്തിലുള്ളവരാണ്. ഒരാൾ ഗുജറാത്തിൽ നിന്ന് എത്തിയതാണ്. ഈ സ്ഥിതിവിവരക്കണക്കുകൾ തെളിയിക്കുന്നത് വലിയ തോതിൽ രോഗവ്യാപനം പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ ഒറ്റക്കെട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇത് സംഭവിക്കുന്നത്. രോഗവ്യാപനം ഉണ്ടാകാതിരിക്കുക, വൈറസ് ബാധിച്ചവരെ ചികിത്സിച്ച് ഭേദമാക്കുക, പുതിയ വ്യാപന സാധ്യതകൾ അടക്കുക, ഇതാണ് നമ്മുടെ നയം. സംസ്ഥാനത്ത് ഇന്ന് 9 പേർക്കാണ്
COVID-19 രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ കാസർഗോഡ് 7 പേർ, തൃശ്ശൂർ, കണ്ണൂർ ഓരോ ആൾ വീതം. ഇതുവരെ 295 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 251 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നറിയിക്കാനുള്ള ആശ്വാസകരമായ ഒരു കാര്യം, ചികിത്സയിലായിരുന്ന 14 പേർക്ക് കൂടി രോഗം ഭേദമായി എന്നതാണ്. കണ്ണൂർ ചികിത്സയിലായിരുന്ന 5 പേര്, കാസർഗോഡ് 3 പേര്, ഇടുക്കിയിൽ 2 പേർ, കോഴിക്കോട് 2 പേർ, ഈ രണ്ടിൽ ഒരാൾ കാസർഗോഡുകാരനാണ്, പത്തനംതിട്ട ഒരാൾ, കോട്ടയം ഒരാൾ. ഇങ്ങനെയാണ് രോഗം ഭേദമായവർ. കോവിഡ് ബാധിതരെ ചികിത്സിക്കുമ്പോൾ വൈറസ് ബാധിച്ച നേഴ്സാണ് ഇന്ന് രോഗമുക്തി നേടിയ ഒരാൾ എന്നത് കൂടുതൽ ആശ്വാസകരമായ ഒരു വിവരമാണ്. കോട്ടയത്ത് തന്നെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വൃദ്ധ ദമ്പതികൾ രോഗം ഭേദമായി ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് വീട്ടിലേക്ക് പോയി. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും മികവാണ് ഈ നേട്ടത്തിനിടയാക്കിയത്. ആരോഗ്യ പ്രവർത്തകരെ കലവറയില്ലാതെ നമുക്ക് വീണ്ടും വീണ്ടും അഭിനന്ദിക്കാം. സംസ്ഥാനത്ത് 1,69,997 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതിൽ വീട്ടിലുള്ളത് 1,69,291 പേരാണ്. 706 പേരാണ് ആശുപത്രികളിൽ. ഇന്ന് മാത്രം 154 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9,139 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 8,126 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. ടെസ്റ്റിംഗ് കൂടുതൽ വിപുലവും വ്യാപകവുമാക്കാനാണ് തീരുമാനം. ഇപ്പോൾ 4-5 രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളുകളാണ് എടുക്കുന്നത്. ഇതിൽ 1-2 ലക്ഷണങ്ങളുണ്ടെങ്കിൽ തന്നെ സാമ്പിൾ എടുക്കുകയും പരിശോധിക്കുകയും ചെയ്യാമെന്നാണ് കണ്ടിരിക്കുന്നത്. അതോടൊപ്പം റാപ്പിഡ് ടെസ്റ്റ് സംവിധാനമടക്കം പരിശോധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ ചരക്ക് ഗതാഗത കാര്യത്തിൽ സാധനങ്ങളുമായുള്ള ലോറികളുടെ വരവിൽ ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. സാധനവില ചിലയിടങ്ങളിൽ വർദ്ധിക്കുന്നതായും പച്ചക്കറി ക്ഷാമം ചിലയിടങ്ങളിൽ അനുഭവപ്പെടുന്നതായും വിവരമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ കൂടുതൽ ഫലപ്രദമാകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ പച്ചക്കറി സംഭരിക്കാനാവണം, ഇവിടെയുള്ളതും സംഭരിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കാനാവണം എന്ന് കണ്ടിട്ടുണ്ട്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച സംസ്ഥാനത്തിൻ്റെ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് മുൻ ചീഫ് സെക്രട്ടറി KM അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ 17 അംഗ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ഇന്നലെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിൽ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിയിട്ടുള്ളത്. അതിലംഗങ്ങളായി അടൂർ ഗോപാലകൃഷ്ണൻ, മാമൻ മാത്യു, MV ശ്രേയസ് കുമാർ,
ബിഷപ്പ് മാർ മാത്യു അറക്കൽ, അരുണ സുന്ദർ രാജ്, ജേക്കബ് പുന്നൂസ്, അഡ്വക്കേറ്റ് ബി രാമൻപിള്ള, രാജീവ് സദാനന്ദൻ, ഡോക്ടർ ബി ഇക്ബാൽ, ഡോക്ടർ എം ബി പിള്ള, ഡോക്ടർ ഫസൽ ഗഫൂർ, മുരളി തുമ്മാരുകുടി, ഡോക്ടർ മൃദുൽ ഈപ്പൻ, ഡോക്ടർ പി എ കുമാർ, ഡോക്ടർ ഖദീജ മുംതാസ്, ഇരുദയ രാജൻ ഇങ്ങനെയുള്ള 17 അംഗ ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയിട്ടുള്ളത്. അടുത്ത 3 ദിവസങ്ങളിൽ ജൻധൻ യോജന പദ്ധതി പ്രകാരം 500 രൂപ വീതം ബാങ്കുകളിലെത്തിയത് എടുക്കാൻ ആളുകൾ വരുന്നതാണ്. അപ്പോൾ തിരക്കുണ്ടാകാതിരിക്കാൻ ബാങ്കുകളും പോലീസും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥർ ഈ പ്രതിസന്ധി ഘട്ടത്തിലും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്. ശമ്പളം, പെൻഷൻ, കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ വിതരണം ചെയ്യുന്നത് തിരക്കൊഴിവാക്കുന്ന രീതിയിൽ ക്രമീകരിക്കാൻ വലിയൊരളവിൽ അവർക്ക് കഴിയുന്നതുമെല്ലാം പ്രശംസനീയമായ കാര്യമാണ്. ആ ജാഗ്രത കൂടുതൽ ശക്തമാക്കണമെന്ന് ഓരോ ബാങ്ക് അധികൃതരോടും SLBCയോട് പൊതുവിലും അഭ്യർത്ഥിക്കുകയാണ്. 198 റേഷൻ കടകളിൽ ലീഗൽ മെട്രോളജി വിഭാഗം പരിശോധന നടത്തി. വിതരണത്തിൽ പ്രശ്നങ്ങളുള്ളതായി 17 കേസുകൾ കണ്ടെത്തി. മറ്റ് ക്രമക്കേടുകൾ 2 കണ്ടെത്തിയത്. അങ്ങനെ 19 കേസുകളിലായി 12,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. കൊറോണ പ്രതിരോധ പ്രവർത്തനം സജീവമാക്കുമ്പോൾ തന്നെ മറ്റസുഖങ്ങൾക്കുള്ള ചികിത്സ ഇല്ലാതെ പോകരുത് എന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ചില പരാതികൾ വരുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ ചിലയിടത്ത് ക്ലിനിക്കുകൾ തുറക്കുന്നില്ല എന്നും ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല എന്നുമാണ്. ഇപ്പോൾ ചികിത്സ ലഭിക്കേണ്ട രോഗങ്ങൾക്ക് അത് ലഭിക്കാനാവശ്യമായ ക്രമീകരണം എല്ലാ തലത്തിലും വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലിനിക്കുകളടക്കം തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. മാസ്ക് ധരിക്കുക എന്നത് ഇന്നത്തെ ഘട്ടത്തിൽ പൊതുവെ എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു നടപടിയായിട്ടാണ് കാണുന്നത്. ഇതിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഒരു രീതി ആശുപത്രിക്കകത്തുള്ളവർ മാസ്ക് ധരിക്കുന്നത് മാത്രമായിരുന്നു. ഈ രോഗഘട്ടത്തിൽ, രോഗവ്യാപന ഘട്ടത്തിൽ മാസ്ക് ധരിക്കുന്ന രീതി കുറച്ചുകൂടി പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ വ്യാപകമായി തന്നെ മാസ്ക് ധരിച്ചുകൊണ്ടാണ് സാധാരണ ആളുകൾ ഇറങ്ങാറുള്ളത്. ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മാസ്ക് ധരിക്കുന്നത് അവരവർക്ക് രോഗം തടയാനാണ് എന്ന തരത്തിൽ മാത്രം കാണേണ്ടതില്ല. മറ്റുള്ളവരെക്കുറിച്ചുള്ളൊരു കരുതൽ കൂടി അതിനകത്തുണ്ട്.
അപ്പോൾ മറ്റുള്ളവർക്ക് രോഗം പടരാതിരിക്കാൻ കൂടി തന്നിലുള്ള എന്തെങ്കിലും രോഗാണുക്കൾ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുക എന്ന കരുതലിൻ്റെ ഭാഗമായിട്ട് കൂടി മറ്റ് രാജ്യങ്ങളിൽ മാസ്ക് ധരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആരോഗ്യരംഗത്തെ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് മാസ്ക് വ്യാപകമായി ധരിക്കണമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് വെറ്റില, താമര, സ്ട്രോബെറി ഇങ്ങനെ വേഗം നശിച്ചു പോകുന്ന വിളകൾ കൃഷി ചെയ്യുന്ന ധാരാളം കൃഷിക്കാരുണ്ട്. അവർ പ്രത്യേകം പ്രതിസന്ധിയിലായിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. മീനിൽ മായം കലർത്തുന്നത് ചിലത് പിടിച്ച വാർത്തകൾ വന്നിട്ടുണ്ട്. ആ പരിശോധന വ്യാപകമാക്കണം, ഗൗരവമായി ഇടപെടണം എന്ന് കണ്ടിട്ടുണ്ട്. കരൾ മാറ്റിവെച്ചവരുടെ കാര്യം ഇന്നലെ അന്വേഷിക്കുകയുണ്ടായി. ഇവർക്ക് ആവശ്യമായ മരുന്ന് ലഭ്യമാക്കാൻ സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഇതിലൂടെയെല്ലാം നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് ഓരോ സ്ഥലത്തുനിന്ന് പോയി അവിടത്തേക്ക് വരുന്നവർ മാത്രമല്ല, ദീർഘകാലം ആ സ്ഥലം വിട്ട് മറ്റ് സ്ഥലത്ത് പോയി മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്നവരുടെ കാര്യത്തിൽ സുരക്ഷാ പരിശോധന ആവശ്യമായി വരും. അത് അവർ പോയി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആരെങ്കിലും രോഗബാധയുള്ളവരായിരുന്നോ എന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മത്സ്യത്തൊഴിലാളികൾ, അത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ കാണരുത്. ഇതിൽ നിന്ന് ഒഴിവാകാതിരിക്കുകയാണ് വേണ്ടത്. നിരീക്ഷണത്തിൽ നിശ്ചയ ദിവസം കഴിയാൻ അത്തരം തൊഴിലാളികൾ തയ്യാറാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലോക്ക്ഡൗണിനെ തുടർന്ന് തീരപ്രദേശത്ത് സ്വാഭാവികമായും ഉണ്ടാകാനിടയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് ഗൗരവമായി കാണണം. പട്ടിണിയും കഷ്ടപ്പാടും ഉണ്ടാകാതെ ആ പ്രദേശത്തുള്ളവരെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹിക അടുക്കള, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിൽ അനാവശ്യമായ ചില ഇടപെടലുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നൊരു പ്രത്യേകത. ഇത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. കിച്ചണിൽ ആവശ്യമായ ആളുകൾ എത്രയാണോ, അവിടെ നിയോഗിക്കപ്പെട്ട ആളുകൾ എത്രയാണോ, അവർ മാത്രമേ ഉണ്ടാകേണ്ടതുള്ളൂ. ആവർത്തിച്ച് നേരത്തെ വ്യക്തമാക്കിയതുപോലെ അവിടെ നിന്ന് ആർക്കൊക്കെയാണോ സൗജന്യമായി ഭക്ഷണം നൽകേണ്ടത് ആ ആളുടെയും കുടുംബത്തിൻ്റെയും പേര് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിരിക്കണം. ഏതെങ്കിലും പ്രത്യേക താല്പര്യം വെച്ച് ഇതിലൂടെ കുറേ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു കളയാം എന്ന് ആരും ചിന്തിക്കാൻ പാടില്ല. ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നതാണ് നമ്മുടെ നയം. സാധാരണ നിലക്ക് ഭക്ഷണത്തിന് വിഷമമൊന്നും ഇല്ലാത്തവർക്ക് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രത്യേക കാരണങ്ങളുള്ളവരെ നമുക്ക് സഹായിക്കേണ്ടതായിട്ട് വരും. സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനൊരു അവസ്ഥയിലുണ്ടെന്ന് വിചാരിക്കുക. അത്തരം ആളുകളെ സഹായിക്കേണ്ടി വരും. തൻ്റെ ഇഷ്ടക്കാർക്കെല്ലാം ഇതിലൂടെ ഭക്ഷണം കൊടുത്തു കളയാം എന്ന്
ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ശ്രമം നടത്തിയാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും അത് ഗൗരവമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മോണിറ്റർ ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം വന്നത്, കമ്മ്യൂണിറ്റി കിച്ചൺ ഒരിടത്ത് ഫണ്ടിൻ്റെ സാധനത്തിൻ്റെ ദൗർലഭ്യം കാരണം പൂട്ടുന്നു എന്ന വാർത്തയാണ്. അത് കോട്ടയത്ത് നിന്നാണ് അത്തരമൊരു വാർത്ത വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ കോട്ടയം നഗരസഭയുടെ തനത് ഫണ്ട് തീർന്നുപോയി എന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമായ ഒന്നാണ്. മാർച്ച് 31 കണക്ക് നോക്കുമ്പോൾ 5 കോടിയിൽ പരം രൂപ അവരുടെ തനത് ഫണ്ട് തന്നെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വാർത്ത അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുക എന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഈ ഘട്ടത്തിൽ ഒരു പ്രധാന ധർമ്മമായി തന്നെ എടുക്കേണ്ട കാര്യമാണ്. അവരുടെ ചുമതലയാണ് എന്നവർ കാണേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫണ്ടിൻ്റെ ദൗർലഭ്യം ഒരു തരത്തിലും ഉണ്ടാകുന്നില്ല. അവർക്ക് ഫണ്ട് ചെലവഴിക്കാം, അതിനുള്ള അനുമതിയുണ്ട്, ഒരു തടസ്സവും ആ കാര്യത്തിൽ ഇല്ല. ഒറ്റ കാര്യമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കാൻ പറ്റൂ. പിന്നെ ഓരോ സ്ഥലത്തും തങ്ങൾക്ക് താല്പര്യമുള്ളിടത്തൊക്കെ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിക്കളിയാം എന്നാരെങ്കിലും പറഞ്ഞാൽ അതും ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനം അനുവദിക്കേണ്ടതായിട്ടില്ല. അങ്ങനെയെല്ലാം ചില പ്രശ്നങ്ങൾ വരുന്നുവെന്നാണ് കേൾക്കുന്നത്. അതൊക്കെ ഈ ഘട്ടത്തിൽ ഒഴിവാക്കാൻ കഴിയേണ്ടതാണ്. ഇന്ന് 3,01,255 പേർക്കാണ് ഭക്ഷണം നൽകിയത്. ഇത് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ അർഹതയുള്ളവർക്ക് വിതരണം നടത്തുക എന്നത് കൃത്യമായി ഉറപ്പാക്കാൻ കഴിയണം. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി KSRTC ബസ്സുകളിലുള്ള ഡ്രൈവർമാർ അവരുടെ ടെലിഫോൺ നമ്പർ അടക്കം അത് ഡിപ്പോവിൽ വിവരങ്ങൾ ലഭ്യമാണ്. അവർ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട കലക്ടർമാർക്ക് ആവശ്യാനുസരണം അവരെ ഉപയോഗിക്കാൻ അനുമതിയുമുണ്ട്. മാലിന്യ കൂമ്പാരം ഒരു തരത്തിലും നമുക്ക് ഗുണകരമായിട്ടുള്ളതല്ല. വിവിധ സ്ഥലങ്ങൾ, വീടുകളായാലും കൂട്ടമായി ആളുകൾ പാർക്കുന്ന സ്ഥലങ്ങളായാലും കമ്മ്യൂണിറ്റി കിച്ചൺ പോലുള്ള സ്ഥലങ്ങളായാലും എല്ലായിടങ്ങളിലും ഉണ്ടാകുന്ന മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം. നേരത്തെ നമ്മളൊരു തീരുമാനമെടുത്തതാണ് വൃക്ഷത്തൈകൾ, ഫലവൃക്ഷ തൈകൾ നടുന്നതിന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സമയമായതുകൊണ്ട് ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഒരു തൈ ലഭിച്ചാൽ എവിടെ നടണം എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടാക്കാം. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താം. മഴ ലഭിക്കുന്ന ഘട്ടത്തിൽ തൈകൾ നടുന്നതിനാണ് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കം ഇപ്പം തന്നെ ആരംഭിക്കേണ്ടതാണ്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ എല്ലാവരുടെയും കാര്യത്തിൽ പരിശോധന നടത്തും.
സാമ്പിൾ പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തും. കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാകരുത്. ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ജലവിഭവ വകുപ്പും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഫലപ്രദമായ നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിക്കണമെന്ന് നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെയിലത്ത് ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടി വരുന്നത് പോലീസുകാർക്കാണ്. ആ പോലീസിന് കുപ്പിവെള്ളം നൽകുന്നതിനായി കിൻലെ കമ്പനി 1,00,000 കുപ്പിവെള്ളം സംഭാവനയായി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത്തരം മുൻകൈകൾ നല്ലതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. സംസ്ഥാനത്തുള്ള 997 നീതി മെഡിക്കൽ സ്റ്റോറുകൾ, ആ നീതി മെഡിക്കൽ സ്റ്റോറുകൾ വഴി ആവശ്യമായ മരുന്ന് വീടുകളിലെത്തിക്കാമെന്ന് കൺസ്യൂമർ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും അവശ്യ സാധനങ്ങളുടെ ഹോം ഡെലിവറിയും കൺസ്യൂമർ ഫെഡ് ആരംഭിക്കുമെന്നും അവരറിയിച്ചിട്ടുണ്ട്. ചില വ്യാജ വാർത്തകൾ, ഇപ്പോൾ വ്യാജ വാർത്തക്ക് ക്ഷാമമില്ലല്ലോ, എന്നാലും ചിലത് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, ഇപ്പം നമ്മളെല്ലാവരും കേരളവും കർണാടകയും തമ്മിലുള്ള അതിർത്തി റോഡ് മണ്ണിട്ട് കർണാടകം അടച്ചപ്പോൾ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയവരാണ്. ഇപ്പോൾ വന്നൊരു വ്യാജ വാർത്ത, തമിഴ്നാട്ടിൽ വൈറസ് ബാധിതരുടെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് കേരളം അതിർത്തി മണ്ണിട്ടടച്ചിരിക്കുകയാണ് എന്നൊരു വ്യാജ വാർത്ത. നമ്മൾ അങ്ങനെയൊരു ചിന്തയെ നടത്തിയിട്ടില്ല. നമ്മുടെ തൊട്ട് കിടക്കുന്ന സഹോദരങ്ങൾ, അവർ നമ്മുടെ സഹോദരങ്ങളായി തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ നിലയിൽ യാത്രക്ക് എല്ലാ സ്ഥലത്തും തടസ്സമുണ്ട്. അത് കേരളത്തിലുള്ള ആളായാലും കർണാടകത്തിലുള്ള ആളായാലും തമിഴ്നാട്ടിലുള്ള ആളായാലും എവിടെയുള്ള ആളായാലും എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കണം എന്നാണ് നമ്മുടെ രാജ്യം പൊതുവിൽ പറഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് അതാണ്. ആ നിബന്ധന നമ്മളെല്ലാവരും പാലിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള റോഡ് തടസ്സം, മണ്ണിട്ട് നിർത്തുക, അതുപോലുള്ള കാര്യങ്ങൾ കേരളം ചെയ്യുന്ന പ്രശ്നമേ വരുന്നില്ല. ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വ്യാജ വാർത്തയാണ് അത്. അതേപോലെ തന്നെ SSLC ഹയർ സെക്കൻഡറി ചില പരീക്ഷകൾ ബാക്കിയുണ്ടല്ലോ, അതിൻ്റെ തീയതി നിശ്ചയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രചരണം. ആ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് ഔപചാരികമായി അറിയിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വ്യാജ പ്രചരണങ്ങളിൽ ആരും കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകരുത്. ഇപ്പോൾ BSNL നല്ലൊരു മുൻകൈ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പലരും വർക്ക് അറ്റ് ഹോമാണല്ലോ. അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് സുഗമമാക്കുന്നതിന് വേണ്ടി ഒരു മാസത്തേക്ക് സൗജന്യ ബ്രോഡ്ബാൻഡ് സംവിധാനം, അതിൻ്റെ സേവനം BSNL ഒരുക്കും. പ്രതിദിനം 5 GB ഡാറ്റയാണ് ഇങ്ങനെ നൽകുക. നിലവിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഇല്ലാത്ത ലാൻഡ് ലൈൻ ഉപയോക്താക്കൾക്കും പുതിയ കണക്ഷൻ എടുക്കുന്നവർക്കും ഈ പ്ലാൻ ലഭ്യമാക്കും. ഇത് BSNL ചീഫ് ജനറൽ മാനേജർ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്.
ഇന്ന് വേറൊരു മുൻകൈ ഉണ്ടായി. അത് ശശി തരൂർ എംപിയുടെ ഭാഗത്തു നിന്നാണ്. റാപ്പിഡ് RT-PCR കിറ്റിൻ്റെ ആദ്യ ബാച്ച് അതിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൈയോടെ 1000 കിറ്റുകളാണ് ആദ്യഘട്ടത്തിലെത്തിയത്. 2000 കിറ്റുകൾ ഞായറാഴ്ച എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുപയോഗിക്കുന്നത് വഴി COVID-19 പരിശോധനാ ഫലം 2.5 മണിക്കൂറിനുള്ളിൽ ലഭിക്കും. നിലവിൽ 6 മുതൽ 7 മണിക്കൂർ വരെ ഫലം ലഭിക്കുന്നതിന് എടുക്കുന്നുണ്ട്. 250 ഫ്ലാഷ് തെർമോമീറ്ററുകളും 9000 വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഇതിനു പുറമേ വരുന്നുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മുൻകൈ എടുക്കുകയും MP ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുകയും ചെയ്ത ശശി തരൂരിനെ ഹാർദമായി അഭിനന്ദിക്കുന്നു. മറ്റൊരു മുൻകൈ ഉണ്ടായത് ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ റിലീഫ് കമ്മിറ്റികളുടെയും CH സെൻ്ററുകളുടെയും ഭാഗത്തു നിന്നാണ്. ഇവയുടെ കീഴിലുള്ള 100ഓളം വരുന്ന ആംബുലൻസുകൾ ഡ്രൈവർമാരുടെ സേവനം ഉൾപ്പെടെ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന് വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള സഹായങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയെന്നുള്ളത് ഒന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ലോക്ക്ഡൗൺ മൂലം അടച്ച ബാറുകളിലെ തൊഴിലാളികൾക്ക് 5000 രൂപ ധനസഹായം, 10000 രൂപ പലിശരഹിത വായ്പ. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്റ്റേജ് കാരേജ്, കോൺട്രാക്ട് കാരേജ്, ബസ് തൊഴിലാളികൾ ഇവർക്കെല്ലാം 5000 രൂപ വീതം. ഗൂഡ്സ് വെഹിക്കിൾ തൊഴിലാളികൾക്ക് 3500 രൂപ. ടാക്സി തൊഴിലാളികൾക്ക് 2500 രൂപ. ഓട്ടോറിക്ഷ, ട്രാക്ടർ തൊഴിലാളികൾക്ക് 2000 രൂപ. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളികൾക്ക് 1000 രൂപ. ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 9,54,242 തൊഴിലാളികളാണ്. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൊഴിലില്ലാത്ത സാഹചര്യത്തിൽ പലിശരഹിത വായ്പയായി 10000 രൂപ വീതം. ലോക്ക്ഡൗൺ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായാൽ 5000 കൂടി പ്രത്യേക വായ്പ. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് വേതന നഷ്ടം പരിഹരിക്കുന്നതിന് വേതനം അഡ്വാൻസായി അനുവദിക്കും. ഏപ്രിൽ 14-നകം ബോണസ് ഇനത്തിൽ 30 കോടി രൂപ വിതരണം ചെയ്യും. 2,43,504 തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കും. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ അംഗങ്ങളായ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ആശുപത്രി, പെട്രോൾ പമ്പ്, ഗ്യാസ് ഏജൻസി ഇത്തരം മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്കും 1000 രൂപ വീതം ആശ്വാസധനം. ക്ഷേമനിധിയിലെ സജീവ അംഗങ്ങൾ ആരെങ്കിലും കൊറോണ ബാധിതരായിട്ടുണ്ടെങ്കിൽ അവർക്ക് 10000 രൂപ ധനസഹായം. കൊറോണ സംശയിച്ച്
വീട്ടിലോ ആശുപത്രിയിലോ ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 5000 രൂപ സഹായം. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്കായി 200 കോടി രൂപയുടെ സഹായ പാക്കേജ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് 2 വർഷം പൂർത്തിയാക്കിയവരും 2018 രജിസ്ട്രേഷൻ പുതുക്കൽ നടത്തിയതുമായ എല്ലാ തൊഴിലാളി കുടുംബങ്ങൾക്കും 1000 രൂപ സഹായം നൽകും. 15 ലക്ഷം തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കും. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൊറോണ ബാധിതരായ അംഗങ്ങൾക്ക് 7500 രൂപയുടെ അടിയന്തര സഹായവും ഐസൊലേഷനിൽ കഴിയുന്ന അംഗങ്ങൾക്ക് 1000 രൂപയുടെ ധനസഹായവും. കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒരു തൊഴിലാളിക്ക് 750 രൂപ വീതം സഹായം നൽകും. ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ബീഡി ചുരുട്ട് തൊഴിലാളികൾക്ക് ഇൻകം സപ്പോർട്ട് സ്കീമിൽ 2 കോടി രൂപ. ആശ്വാസ പദ്ധതി നടപ്പാക്കുന്നതിന് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ശേഷി കുറഞ്ഞ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങളെല്ലാം പരിഗണനയിലാണ്. പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ വായ്പാ തിരിച്ചടവിന് 3 മാസം വരെ മൊറട്ടോറിയം ഏർപ്പെടുത്തി. മുടങ്ങുന്ന തിരിച്ചടവിന് അധിക ചാർജ് ഒഴിവാക്കി. കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്ക് ക്ഷേമനിധി ചട്ടം ഭേദഗതി ചെയ്ത് അപ്രതീക്ഷിത പകർച്ചവ്യാധി മൂലം തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ക്ഷേമനിധി അംഗങ്ങൾക്ക് 3000 രൂപ വരെ ആശ്വാസധനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു വലിയ ലിസ്റ്റാണ്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നല്ല രീതിയിൽ തന്നെ പ്രവഹിക്കുകയാണ്. ദുരിതാശ്വാസ നിധിയുടെ കാര്യത്തിൽ അനാവശ്യമായ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ളൊരു ശ്രമം ചിലർ നടത്തുന്നുണ്ട്. ഈ CMDRF എന്ന് പറയുന്നത് ഈ കോവിഡിൻ്റെ ആവശ്യത്തിനല്ല, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കളയും എന്ന്. നേരത്തെ പ്രളയത്തിൻ്റെ ആവശ്യത്തിന് നാം CMDRF ഫണ്ട് അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്, അതിനുവേണ്ടി തന്നെ മാറ്റി വകയിരുത്തുകയും അങ്ങനെ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിലും അതേ തരത്തിൽ തന്നെയാണ് നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയുള്ള ഫണ്ടിന് ആഹ്വാനം ചെയ്തതിന് ശേഷം വന്ന എല്ലാ ഫണ്ടും ഇതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുക. അത് CMDRFൻ്റെ ഭാഗമായി തന്നെയുള്ള പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്യുക. ആ കാര്യത്തിൽ ധനവകുപ്പിൻ്റെ പ്രത്യേക ഉത്തരവും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 1.5 കോടി രൂപ നൽകിയിട്ടുണ്ട്. വൈദ്യുതി താരിഫ് റെഗുലേറ്ററി കമ്മീഷൻ 1.5 കോടി രൂപ നൽകിയിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡ് 1 കോടി രൂപ. മാടായി സഹകരണ റൂറൽ ബാങ്ക് 76 ലക്ഷം രൂപ. PSC ചെയർമാനും അംഗങ്ങളും 1 മാസത്തെ വേതനം സംഭാവന ചെയ്യാൻ തീരുമാനിച്ചു. മോട്ടോർ വാഹന വകുപ്പിലെ ഗസ്റ്റഡ് ഓഫീസർമാർ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, അവരുടെ അസോസിയേഷൻ 1 മാസം ശമ്പളം കൈമാറാൻ തീരുമാനിച്ചു. കോഴിക്കോട് ജില്ലയിൽ വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളും
ഒരു മാസത്തെ വരുമാനമായ 38,65,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. എറണാകുളത്തെ ജില്ലാ പോലീസ് വായ്പാ സഹകരണ സംഘം 25 ലക്ഷം രൂപ നൽകി. ലോകമാകെ മുൻപൊരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഈ ഘട്ടത്തിൽ നേരിടുന്നത്. ആ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നാടാണ് നമ്മുടേത്. ഇതിനെ മുറിച്ചു കടക്കുക ക്ഷിപ്രസാധ്യമായൊരു കാര്യമല്ല എന്ന് നാം തിരിച്ചറിയണം. അതിന് എല്ലാം മറന്നുള്ള കൂട്ടായ്മ നമുക്ക് തുടരേണ്ടതുണ്ട്. അത്തരം കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും വിജയകരമായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും ആകാവുന്ന സംഭാവന നൽകേണ്ടതിൻ്റെ ആവശ്യകത ആവർത്തിച്ചോർമ്മിപ്പിക്കുകയാണ്. അതിന് ഏതെങ്കിലും അതിരുകൾ വേണ്ടതില്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും എന്ന് തന്നെയാണ് അർത്ഥം. സംസ്ഥാന സർക്കാർ ജീവനക്കാർ സംഭാവന നൽകണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ആവേശകരമായ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരഭ്യർത്ഥന കൂടി നടത്തുകയാണ്. സംസ്ഥാനത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അവിടങ്ങളിലെ ജീവനക്കാരും തൊഴിലാളികളും ഇതിൻ്റെ ഭാഗമാവണം. ഇത് കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുണ്ട്, അവരും ഇതിലണിചേരണം. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, സ്വകാര്യ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ, അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയിലൂടെ ഈ ദുരിതാശ്വാസ നിധി കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കരുത്തുറ്റതാക്കാൻ കഴിയണം. അങ്ങനെ നമുക്ക് വീണ്ടും കേരളത്തിൻ്റെ ഐക്യത്തിൻ്റെ ശക്തി വിളംബരം ചെയ്യാൻ ആവണം. ഇതാണ് പൊതുവെ ഇന്ന് പറയാനുള്ളത്. ആരോഗ്യ പ്രവർത്തകരുടെ കലവറയില്ലാത്ത പിന്തുണയെ പറ്റി അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഈ വാർത്താ സമയത്ത് തൊട്ട് മുമ്പ് ഒരു വാർത്ത വന്നത് തിരുവനന്തപുരത്തെ PRS എന്നൊരു സ്വകാര്യ ആശുപത്രി അവിടുത്തെ ഒരു രോഗിക്ക് ചികിത്സ നിഷേധിച്ചു. അതിന് അവർ പറഞ്ഞ കാരണം ഈ രോഗിയുടെ മകള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ്. അവർ ഐസൊലേഷനാണ് സ്റ്റാഫ് നേഴ്സ്. അതുകൊണ്ട് അവരുടെ അമ്മയ്ക്ക് ചികിത്സ നൽകില്ല. അവർ ഇറക്കി വിടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ വന്ന വാർത്ത അതായിരുന്നു. അത്തരം കാര്യങ്ങൾ ഗൗരവമായി തന്നെ എടുക്കും. നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന്. അത് ഗൗരവമായി തന്നെ നടപടികളുണ്ടാവും. ഈ രാജ്യം ഈ കോവിഡിനെ മുറിച്ചു കിടക്കാനായിട്ട് വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ഞായറാഴ്ച രാത്രി 9 മണിക്ക് എല്ലാവരും വൈദ്യുത വിളക്കുകൾ അണച്ച് ദീപം തെളിയിക്കണം എന്നുള്ളതാണ്. അതായത് വലിയൊരു വിമർശനം വന്നിട്ടുള്ളത് മറ്റ് സഹായങ്ങളൊന്നും വാഗ്ദാനം ചെയ്യാതെ ഇത്തരത്തിലുള്ള ഈ ദീപം തെളിക്കൽ, കൊട്ടുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമന്ത്രി ശ്രദ്ധ ചെലുത്തുന്നതെന്നാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? ഇത് പ്രകാശം പരത്തുക എന്നതിനോട് ആർക്കും വിയോജിപ്പുണ്ടാകേണ്ട ഒരു കാര്യമില്ല. സാധാരണ നിലക്ക് പ്രകാശം പരത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇവിടെയുള്ള പ്രശ്നം, ഇന്ന് നമ്മുടെ ഒരുപാട് ആളുകൾ, നമ്മുടെ സാധാരണ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, ടൂറിസവുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളിൽ ഏർപ്പെട്ടവർ, റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നവർ, നമ്മുടെ റിസോർട്ടുകൾ നടത്തുന്നവർ, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, അവരുടെ മനസ്സിൽ ശരിയായ രീതിയിൽ പ്രകാശം എത്തിക്കാൻ കഴിയണം. അതിനാവശ്യം നല്ല രീതിയിലുള്ള
പിന്തുണയാണ്, സാമ്പത്തിക പിന്തുണയാണ്. അതതിൻ്റെ പുറകെ വരുമായിരിക്കും. ആദ്യം ഇത്തരമൊരു പ്രകാശം വരട്ടെ എന്നായിരിക്കും പ്രധാനമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാകുക. അതുമായി രാജ്യം സഹകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്ക്ഡൌണിന്റെ നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ട് വരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ പേർ കേരളത്തിലേക്ക് വരുന്ന, പ്രത്യേകിച്ച് വിദേശത്തുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വരുമ്പോൾ പല സ്ഥലങ്ങളിലും ടെസ്റ്റിങ്ങും സ്ക്രീനിങ്ങും വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളത് WHO തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൂടുതൽ രോഗസാധ്യതയുള്ളവർ സംസ്ഥാനത്തേക്ക് എത്തുമോ, അത്തരത്തിലുള്ള ഒരു ആശങ്കയുണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ അവരെ വിമാനത്താവളങ്ങളിലും അതുപോലെ മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരെ അവിടെ സ്ക്രീൻ ചെയ്യാനും അതുപോലെ പ്രത്യേകമായി മാറ്റി താമസിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാനാവുമോ, അതോ സംസ്ഥാനത്തിന് അതൊരു വലിയ ഭാരമായി മാറാനുള്ള സാധ്യതയുണ്ടോ? ഇത് വളരെ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മളെ ഇപ്പോഴുള്ള ലോക്ക്ഡൗൺ ഇളവ് വന്നാലുള്ള സാഹചര്യത്തെക്കുറിച്ചാണ്. അത് നമ്മളിപ്പോഴേ തയ്യാറെടുക്കണം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനൊരു ചോദ്യത്തിലൂടെ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഏതായാലും ലോകത്ത് കാര്യങ്ങൾ നല്ല നിലക്ക് വന്നില്ലെങ്കിൽ നമ്മളെ അത് പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. കാരണം മലയാളി എന്നത് ലോക മലയാളിയാണ്. കേരളത്തിൽ മാത്രം ജീവിക്കുന്നവരല്ല, ലോകത്താകെ ജീവിക്കുന്നവരാണ്. അവർ നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതിലൊരു തെറ്റുമില്ല. അങ്ങനെ വരുന്നവരെ നമുക്ക് സാധാരണഗതിയിൽ വരണ്ട എന്ന് പറയാനും പറ്റില്ല. എന്നാൽ ഇവിടെ രോഗവ്യാപനം തടയുന്നതിന് ആവശ്യമായ മുൻകരുതൽ വേണ്ടേ? രോഗം വളരെ മൂർച്ഛിച്ച് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ വരികയാണെങ്കിൽ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താണ് നടപടി സ്വീകരിക്കുക? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആരോഗ്യ വിദഗ്ധരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് എപ്പോഴും ആ സഹോദരങ്ങളുടെ കൂടെ നമ്മളുണ്ട്, നമ്മുടെ സംസ്ഥാനമുണ്ട്. പക്ഷേ ആവശ്യമായ മുൻകരുതലും ജാഗ്രതയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. അതിപ്പോഴേ തീരുമാനിക്കേണ്ടതില്ല. ആ ഘട്ടത്തിൽ നിർബന്ധമായും ആവശ്യമായ തീരുമാനങ്ങൾ ഉണ്ടാവും. മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ സർക്കാർ ഉത്തരവുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അധികാരികൾ അനുസരിക്കാത്ത അനുഭവങ്ങൾ വരുന്നുണ്ട്. KSRTC ലോക്ക്ഡൌണിന് മുമ്പ് വരെ ജോലി ചെയ്ത ശമ്പളം മാത്രമേ ഡെയിലി വേജസുകാർക്ക് കൊടുക്കൂ എന്നാണ് MD കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഡെയിലി വേജസുകാർക്ക് ഡെയിലി വേജസ് അല്ലേ? അതെ, ഡെയിലി വേജസുകാർക്ക് നേരത്തെ ഈ ലോക്ക്ഡൌൺ കാലത്തെ പ്രതിഫലം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എല്ലാ മേഖലയിലും. അത് KSRTCക്കാരെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നാണ്. അവരുടേതായ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമായിരിക്കും. അതെന്താണെന്ന് അവർ വരെ ചർച്ച ചെയ്യുക. ഈ ബാങ്കുകൾ ഈ വായ്പാ തിരിച്ചടവ് കർശനമായി തിരിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് തിരിച്ചു പിടിക്കരുത് എന്നുള്ള ഒരു സർക്കുലർ നിലനിൽക്കുമ്പോൾ ഈ സ്വകാര്യ ബാങ്കുകൾ, ബജാജ് പോലുള്ള ബാങ്കുകളും മറ്റ് ആക്സിസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളെല്ലാം ഈ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഗഡുക്കൾ തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതിലെന്തെങ്കിലും പ്രത്യേകമായ നിർദ്ദേശം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള എല്ലാ പിരിവും ഇപ്പോൾ നിർത്തേണ്ടതാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം തടഞ്ഞുകൊണ്ടുള്ള നടപടി വേണമെന്ന് തന്നെ കണ്ടിട്ടുണ്ട്. ഇടുക്കിയിലെ പൊതുപ്രവർത്തകൻ ആശുപത്രി വിട്ടു. അദ്ദേഹത്തിന് രോഗമുണ്ടായെന്ന് അറിഞ്ഞ ശേഷം അയാൾ പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് അവകാശവാദം. CMന്റെ വാക്കുകൾ വേദനിപ്പിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പം പ്രതികരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ CMന് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ രോഗം ഇല്ലാതായി എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ്. ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. കേരളത്തിൻ്റെ ഈ കോവിഡ് പ്രതിരോധ നടപടികൾ വളരെയധികം പ്രശംസ ആഗോളതലത്തിലും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിലും ലഭിച്ചു. പക്ഷേ ഈ കേരളം നടത്തിയ ആ ഇൻ്റർവെൻഷന് പല രാഷ്ട്രീയമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതേക്കുറിച്ച് CMന്റെ അഭിപ്രായം എന്താണ്? അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയേണ്ട ഘട്ടമല്ല അത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാം. CM ഈ കഴിഞ്ഞ ദിവസം മരിച്ച പോത്തൻകോട് സ്വദേശി അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇൻഫെക്ഷൻ ഉണ്ടായത് എന്നുള്ളതിനകത്തൊരു വ്യക്തത വന്നിട്ടുണ്ടോ? അത് മാത്രമല്ല, ഇതുവരെ നമുക്ക് പോസിറ്റീവായിട്ട് വന്ന കേസുകളിൽ പ്രൈമറി കോണ്ടാക്ട് അല്ലെങ്കിൽ കോസ് ഓഫ് കോണ്ടാക്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഏതെങ്കിലും കേസുണ്ടോ? അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? മറ്റു കാര്യങ്ങളിൽ അത്തരത്തിലൊരു നില ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിലുള്ള അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്.
ഏതൊക്കെ ജില്ലകളിലാണെന്ന് പറയാം? അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ വിവരമില്ല. ഇന്നൊന്നുള്ളത് തൃശ്ശൂരാണ്. നേരത്തെ ഉള്ളത് നേരത്തെ പറഞ്ഞതാണല്ലോ. CM ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി. അപ്പൊ അതിന് പോലീസിന്റെ അനുമതിയോടുകൂടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വല്ല വസ്തുത ഉണ്ടോ? അക്കാര്യത്തിൽ കിട്ടിയ പരാതിയിൽ അന്വേഷണം വല്ലതും നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ എന്ന നിലക്ക്, ഈ സംസ്ഥാന പ്രസിഡൻ്റല്ലേ, ആ നിലക്ക് സഞ്ചരിക്കേണ്ടതൊരാവശ്യമായി വന്നിട്ടുണ്ടാകാം. അങ്ങനെ സഞ്ചരിച്ചതാകും. അത് സാധാരണ നിലക്ക് ഒരു നിഷിദ്ധമായ കാര്യമാണ് എന്ന് പൊതുവിൽ കാണുന്നില്ല. പൊതുപ്രവർത്തകരുടെ ചിലപ്പോഴുള്ള സഞ്ചാരം ചില കാര്യങ്ങൾക്ക്. ഈ ഹോമിയോ പ്രതിരോധ മരുന്ന് ഉപയോഗിക്കാമെന്നുള്ളൊരു എന്ന് താങ്കളും ആരോഗ്യമന്ത്രിയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഇടുക്കിയിൽ ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എൻ്റെ ശ്രദ്ധയിലില്ല. എന്താണെന്ന് അന്വേഷിക്കുക. കോട്ടയത്ത് നഗരസഭാ അധ്യക്ഷയുടെ വൈകിട്ട് സഹിതമാണ് വാർത്ത വന്നത്. അവരുടെ പ്രതികരണ സഹിതമാണ് വാർത്ത വന്നത്. അത് വ്യാജ വാർത്ത, ശരിയായ വാർത്ത എന്നങ്ങ് പറഞ്ഞു. പക്ഷേ ആ അധ്യക്ഷ തന്നെയാണ് പറയുന്നത്. അതിനെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ ഈ കോട്ടയത്തെ ഈ നഗരസഭാ അധ്യക്ഷയുടെ നിലപാടെങ്കിലും? അല്ല, ശരിയല്ലാത്തത് എന്താണ് അവർ പറയാനിടയായത് എന്ന് തന്നെ അന്വേഷിക്കേണ്ടതാണല്ലോ. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് അന്വേഷിക്കാൻ പറയാം. ഈ കൊച്ചിയില് ഒരു 1.5 വയസ്സുകാരി കുട്ടിക്ക് കണ്ണിന് ക്യാൻസർ ബാധിച്ച് അവരുടെ ചികിത്സ ഹൈദരാബാദിലാണ് നടത്തേണ്ടത്. അപ്പോൾ അവർക്ക് അവിടേക്ക് ഈ ലോക്ക്ഡൗൺ കാരണം അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. CMന്റെ ശ്രദ്ധയിൽ ആരോഗ്യമന്ത്രി അത് പെടുത്തിയിട്ടുണ്ടാവുമെന്നാണ് കുടുംബത്തിൽ നിന്നൊക്കെ അറിയാം. ആ കാര്യത്തിൽ എന്തെങ്കിലും സർക്കാർ ഇടപെടുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴേക്കാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചത്, ഏത് ഘട്ടത്തിലാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചത്, അവർ ഇപ്പം തന്നെ നടത്തണം എന്ന് പറയുന്നുണ്ടോ, ഏതാനും ദിവസങ്ങൾ അതിനുണ്ടോ, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുക. മെഡിക്കൽ കോളേജ് അധ്യാപകർ ഈ കോവിഡ് പ്രതിരോധ രംഗത്ത് സജീവമാണ്. അവരുടെ ശമ്പള വർധനവ് സംബന്ധിച്ച് 2016 ഉറപ്പ് കൊടുത്തിട്ട് ഇതുവരെ ചെയ്തില്ലെന്ന്, ഇതുവരെ അത് നടപ്പിലാക്കില്ലെന്നും, അതേസമയം എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർക്ക് നടപ്പിലാക്കിയെന്നും അവരൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും അവരെ പരിഗണിക്കാൻ വേണ്ടി അവർ സമീപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സർക്കാരിനെ. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അത്. മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ ശമ്പള പ്രശ്നം സാധാരണ നിലക്ക് അവർ ഉന്നയിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അത് ഉചിതമായ സമയത്ത് ആവശ്യമായ തീരുമാനമെടുക്കും. അത് ഇതുമായി കൂട്ടിക്കലർത്തേണ്ടതില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കോവിഡ് പരിശോധനയ്ക്ക് ഏർപ്പെട്ടിരുന്ന ആരോഗ്യ പ്രവർത്തകർ, ഒരു ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ വേണ്ട രീതിയിലുള്ള ക്വാറന്റൈനിലേക്ക് പോയില്ല. അവർ മറ്റു രോഗികളെ ചികിത്സിക്കാനുള്ള നടപടികളിലേക്ക് കടന്നു എന്നൊരു ആരോപണം PT തോമസ് MLA ആവർത്തിച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് അത് സംബന്ധിച്ച് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ പൊതുവായി മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം സർക്കാർ ശ്രദ്ധിച്ചോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കും. ക്രൈസ്തവ ദേവാലയങ്ങളിൽ എത്ര പേർ, ഈ വൈദികർക്ക് എത്ര പേർക്ക് പങ്കെടുത്ത് കർമ്മം നടത്താനാകുന്നൊരു സംശയമുണ്ട്. ഇന്ന് 4 വൈദികർ പങ്കെടുത്ത ഒരു ചടങ്ങിനെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വലിയൊരു ആശങ്കയുണ്ട്. എത്ര പേർക്ക് പങ്കെടുക്കാമെന്നൊരു കണക്കങ്ങനെ എന്തെങ്കിലും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ? അത് പരിശോധിക്കണം. എന്താണെന്ന് പരിശോധിച്ച് പറയാം. ഇപ്പോൾ സാധാരണ നിലക്ക് ആരാധനാലയങ്ങൾ ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നൊരവസ്ഥയാണല്ലോ ഉള്ളത്. അവിടുത്തെ ഏതെങ്കിലും ആചാരങ്ങൾ മുടങ്ങാതിരിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നടന്നു പോകുന്നത്. ഇതെന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പരിശോധിച്ച് പറയാം. മാസ്ക് ഉപയോഗിക്കണം എന്നുള്ളത്, മാസ്ക് വ്യാപകമായി ഉപയോഗിക്കണമെന്ന് CM പറഞ്ഞു. പക്ഷേ അതിൽ ഈ WHO-യും IMA-യും ഒക്കെ രോഗികളുമായി സമ്പർക്കം പുലർത്തുന്നവരും മാത്രം മതി മാസ്ക് ധരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ളൊരു അഭിപ്രായം അവരുടെ ചില അടക്കം. അത് ഇവരുടെയൊക്കെ അഭിപ്രായം കേട്ടാൽ ഓരോ ഘട്ടത്തിൽ ഇത് മാറി മാറി വരും. നേരത്തെയുള്ള അഭിപ്രായമല്ല ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കണം എന്നാണ് അവർ തന്നെ പറയുന്നത്. അത് ആ നിലയിലേക്ക് വന്നു കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, പല രാജ്യങ്ങളിലും ഒരുപാട് ആളുകൾ സാധാരണ നിലക്ക് തന്നെ മാസ്ക് ഉപയോഗിക്കുന്നവരുണ്ട്. അതൊരു സംസ്കാരമായിട്ട് അവർ സ്വീകരിച്ചതാണ്. നമ്മുടെ സംസ്കാരം വേറെയാണ്. അപ്പോൾ ഒരു ബോധവൽക്കരണം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ അത് വരൂ. ഇപ്പോൾ മാസ്ക് എന്ന് പറയുന്നത് തന്നെ വലിയ എന്തോ വല്ലാത്തൊരു തയ്യാറാക്കിയൊരു സാധനം വേണമെന്നൊന്നും ഇപ്പോൾ കാണുന്നില്ല. അത് സാധാരണ നിലക്കൊരു മാസ്ക് ധരിക്കാനാവണം. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റും അത് എന്നുവരെ ഉള്ളിടത്ത് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഏതായാലും മാസ്കൊക്കെ ധരിച്ച് പുറത്തിറങ്ങും. അങ്ങനെ നല്ലതല്ലാത്തത് ധരിച്ചിട്ട് പുറത്തിറങ്ങില്ലല്ലോ ആൾ. അപ്പോൾ അതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അതൊരു ബോധവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു വെച്ചത്. കണ്ണൂർ SP-യുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം റിപ്പോർട്ട് വന്നിട്ടുണ്ടോ?
റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ തീരുമാനം ഉണ്ടാകാം. നമ്മളിപ്പോ ഇന്നൊരു ടാസ്ക് ഫോഴ്സിനെ വെച്ചു. ഇപ്പം ഇനിയും ലോക്ക്ഡൌണിന്റെ ദിവസമുണ്ട്. ഇപ്പോൾ സ്ഥിതി ഒരു നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയല്ലേ, ഇപ്പോഴും ഒരു ലൂസാക്കാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയല്ലേ പൊതുവെ? അങ്ങനെയല്ല, അത് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ലോക്ക്ഡൗണിന് ശേഷമുള്ള അവസ്ഥ എങ്ങനെ ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ലോക്ക്ഡൗണിന് മുൻപ് എന്തെങ്കിലും ഇളവ് വരുന്നു എന്നുള്ളതല്ല. അപ്പോൾ അതിലെന്തെങ്കിലും ക്രമാനുഗതമായി കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതിൽ വിദഗ്ധരുടെ ഉപദേശം വേണമെന്നാണ്. അപ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം വരട്ടെ, അത് വെച്ചുകൊണ്ട് നമുക്ക് അറിയിക്കാം. നമ്മൾ ഈ കേരളത്തിൽ കോവിഡ് പരിശോധന ഇപ്പൊ എത്ര റിസൾട്ട് കിട്ടുന്ന രൂപത്തിലാണ് നമ്മളുടെ ഒരു പരിശോധന ഇപ്പൊ നമ്മുടെ സംവിധാനങ്ങളിലൂടെ ലഭ്യമാകുന്നത്? അതിൽ സാധാരണ നിലക്ക് പരിശോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. പക്ഷേ പരിശോധിക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ ICMR ഉണ്ട്, ലോകാരോഗ്യ സംഘടനയുണ്ട്, ഇങ്ങനെയെല്ലാം ഉള്ളവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ചാണ്. അപ്പോൾ അവർ പറയുന്ന രോഗലക്ഷണങ്ങളുള്ളവരെ മാത്രമേ പരിശോധിക്കാൻ പറ്റൂ. അവർ പറഞ്ഞ ചില നിബന്ധനകളുണ്ട്, അതനുസരിച്ച് രോഗലക്ഷണം, ഇപ്പോൾ ഞാൻ പറയുന്നത് മാത്രമായിരിക്കില്ല ചിലപ്പോൾ, എങ്കിലും ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയുകയാണ്, പനി, ചുമ, ശ്വാസതടസ്സം, പിന്നെ വല്ലാത്ത തൊണ്ട വേദന, ഇങ്ങനെയൊക്കെ എല്ലാം ഉള്ള ഡയറിയ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒന്നിച്ചു വരും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് ഈ പരിശോധന എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഇങ്ങനെ 4-5 കാര്യങ്ങൾ ഒന്നിച്ച് വന്നവരെ പരിശോധിക്കുന്ന നിലക്ക് പകരം 1-2 കാര്യങ്ങളുള്ളവരെ തന്നെ പരിശോധിക്കാം നമുക്ക് എന്നൊരു നില നമ്മളിപ്പോൾ എടുക്കുകയാണ്. ആ പരിശോധന അപ്പോൾ കുറേ കൂടി വ്യാപകമായ പരിശോധന നടത്താമെന്നാണ്. അതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം കുറച്ചുകൂടി വിപുലമാക്കുക എന്നുള്ളതാണ്. റാപ്പിഡ് ടെസ്റ്റ് സംവിധാനത്തിൻ്റെ പ്രശ്നം എന്താ? റാപ്പിഡ് ടെസ്റ്റിൽ നെഗറ്റീവായവരെ ഈ നിരീക്ഷണ ഘട്ടത്തിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ നിരീക്ഷണത്തിലുള്ളവർ ഇപ്പോൾ ഒരു ആദ്യത്തെ 4 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ 10 ദിവസം രോഗലക്ഷണമൊന്നും കാണിച്ചില്ല, പിന്നെ വരാം രോഗലക്ഷണം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് രോഗമുണ്ടോ എന്ന് മാത്രമേ ഇതിൻ്റെ ഭാഗമായിട്ട് കാണുകയുള്ളൂ, ഇത് റാപ്പിഡ് ടെസ്റ്റിലൂടെ അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ പോസിറ്റീവായവരെ കാര്യത്തിൽ മാത്രം തുടർ നടപടികളിലേക്ക് പോകും. നെഗറ്റീവായവർ അവിടെ തന്നെ നിരീക്ഷണത്തിൽ ഈ എത്ര ദിവസമാണോ ആ ദിവസം അവിടെ കഴിയണം, ഇതിൽ ഫലം നെഗറ്റീവായാൽ പോലും. എങ്കിലും ആ ടെസ്റ്റ് കൂടുതൽ ശക്തിപ്പെടുത്തണം തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റിന് കൂടുതൽ സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അത്രയും സാമ്പിളുകൾ അയക്കാൻ നമ്മൾ വിചാരിച്ചാലും കഴിയില്ല. കാരണം ആ അത്രയും സാമ്പിളുകൾ എടുക്കാൻ മാത്രമുള്ള തരത്തിലേക്ക് രോഗാവസ്ഥ എത്തിയെങ്കിൽ മാത്രമേ സാമ്പിൾ എടുക്കാൻ പറ്റൂ. അതാണ് ഇന്നത്തെ നില. കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ വളപ്രയോഗവും കീടനാശിനി നടത്തേണ്ട സമയമാണ്. പലയിടങ്ങളിൽ ഇത് ലഭ്യമാകുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. സ്വകാര്യ കച്ചവട സ്ഥാപനങ്ങൾ സഹിതം സാധനങ്ങൾ എത്തുന്നില്ല. അതെ, ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, വളവും അതിനാവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്, കൊടുക്കേണ്ടതാണ് എന്നുള്ളത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, അധ്യാപക ഈ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ 4500ഓളം അധ്യാപകർ അവർ ഒരു ശമ്പളമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അവർ ഈ കൊറോണ കാലത്ത് എന്തെങ്കിലും ഒരു സമാശ്വാസ നടപടികൾ ആലോചിക്കും? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഈ നാളെയും മറ്റന്നാളും നമ്മൾ ഉണ്ടാവില്ല. ഈ നാളത്തെയും മറ്റന്നാളുമുള്ള റിവ്യൂ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഈ റിവ്യൂവിന് ശേഷമുള്ള ഇതുപോലുള്ള പത്രസമ്മേളനം കാണില്ല. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ നമുക്ക് കാണാമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാമല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പതിവ് വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയിരിക്കുന്നു. 9 പേർക്കാണ് പുതുതായിട്ട് ഇന്ന് കോവിഡ് പോസിറ്റീവ് രോഗം ഉള്ളത് കേരളത്തിൽ. അതിന്റെ വിശദാംശങ്ങളായിരുന്നു മുഖ്യമന്ത്രി നൽകിയത്. അതോടൊപ്പം തന്നെ വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള ധനസഹായവും സമാശ്വാസ നടപടികളും അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 9 പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് 7, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഓരോന്ന് വീതവും ആണ് ഇന്ന് പുതുതായി ഉള്ള രോഗികൾ. രോഗം ബാധിച്ചവരിൽ 3 പേർ നിസാമുദ്ദീനിൽ സമ്മേളനത്തിൽ നിന്ന് എത്തിയവരാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ സമാശ്വാസ പദ്ധതികൾ, കോവിഡ് ബാധിച്ച് ഇപ്പോഴാകെ 251 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നത്. ഇതുവരെ രോഗം ബാധിച്ചത് 295 പേർക്കാണ്.
മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് 14 പേർ ഇന്ന് രോഗം ഭേദമായി ആശുപത്രി വിട്ടു എന്നുള്ളതാണ്. ഇതിൽ കോട്ടയത്ത് ഉള്ള ദമ്പതികളും ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്ര ധനസഹായം പിന്നാലെ വരും എന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ജൻധൻ യോജന പ്രകാരമുള്ള പണവിതരണം നാളെ മുതൽ തുടങ്ങും. അടുത്ത 3 ദിവസം തിരക്ക് ഒഴിവാക്കാൻ ബാങ്കുകൾക്കും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും കമ്മ്യൂണിറ്റി കിച്ചണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സമൂഹ അടുക്കളയിൽ ബാഹ്യമായ ഇടപെടൽ ആവശ്യമില്ല, കൂടുതൽ ആളുകളുടെ ആവശ്യമില്ല. സമൂഹ അടുക്കളയിൽ സൗജന്യ ഭക്ഷണം അർഹത നോക്കി വേണം നൽകാൻ, ഇഷ്ടക്കാർക്ക് ഭക്ഷണം നൽകുന്ന രീതി ഉണ്ടാകരുത്. സമൂഹ അടുക്കളയിൽ ആ നിലയ്ക്കൊരു നിയന്ത്രണം ആവശ്യമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള സമാശ്വാസ നടപടികളും അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയുണ്ടായി. ചുമട്ട് തൊഴിലാളികൾക്ക് ധനസഹായമുണ്ട്, ടാക്സി ഓട്ടോ ഡ്രൈവർമാർ എന്നിവർക്കുള്ള ധനസഹായമുണ്ട്, നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായമുണ്ട്. ഇതെല്ലാം തന്നെ ഇതിന് പിന്നാലെ കേന്ദ്ര ധനസഹായം വരുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു.